ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് നിൽക്കുന്നത് ചാത്തന്നൂരിൽ നിന്ന് പരവൂരിലോട്ട് പോകുമ്പോൾ മീനാട് എന്ന ദേശത്തുള്ള ഒരു ചിറയാണ്. വളരെ മനോഹരമായൊരു ദൃശ്യം തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നീലാകാശവും താഴെ പുല്ലുകളാൽ നിറഞ്ഞ സ്ഥലങ്ങളും അതോടൊപ്പം ഈ ചിറയും തമ്മിൽ യോജിക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായൊരു പ്ലേസ് തന്നെയാണ് ഈ ചിറ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെയൊക്കെ ആൾക്കാർ ഒരുപാട് മത്സ്യങ്ങളൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടി പിടിക്കുന്നുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഈ വേനൽക്കാലമാണെന്ന് തോന്നുന്നു, സമ്മർ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വെള്ളം ഒരുപാട് ഇപ്പോൾ കുറഞ്ഞുണ്ട്. പക്ഷേ മഴക്കാലമാകുമ്പോൾ ഈ കാണുന്ന മേഖലയുടെ മുകളിൽ വരെയും വെള്ളം നല്ലതുപോലെ കയറി വരും. ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് വീടുകളൊക്കെ കാണുവാൻ കഴിയും. കുറച്ച് വീടുകളും ആൾക്കാരും ഒക്കെ അവിടെ പാർക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന ദേശത്തിൻ്റെ ഭാഗത്താണ്. ചാത്തന്നൂരിനും പരവൂരിനും ഇടയിലായിട്ടാണ് ഈ മീനാടെന്ന് പറയുന്ന ദേശം. അവിടെയാണ് ഈ ഒരു ചിറയുള്ളത്. നോക്കിക്കേ, ഇത്രത്തോളം വിശാലമായിട്ട് നടുക്കായി കിടക്കുന്ന ഒരു വലിയൊരു ചിറ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണത്. അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ഇഷ്ടിക കമ്പനിയൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാരണം കേരള ഇസ് എ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് സായിപ്പന്മാർ വെറുതെ അല്ല പറയുന്നത്. ഓരോ സീനറികൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ദേശം തന്നെയാണ് അല്ലേ നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും പലർക്കും അറിയാൻ കഴിയാത്ത ഒട്ടനവധി പ്രദേശങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോയ്ക്കും നൽകുവാനുള്ള പ്രചോദനമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പുഴകൾ പോലുള്ള അരുവികളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അതവിടെയൊക്കെ ഓരോ ചില ഫാക്ടറി പോലെ എന്തൊക്കെയാണ് അവിടെ നിർമ്മിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് അപ്പുറത്തെ ഒരു ഗ്രാമത്തിലേക്ക് ചെന്നെത്താവുന്നൊരു പാതയാണിത്. ഇതുവഴി ഓട്ടോറിക്ഷയും ബൈക്കും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. 4 വീലർ അങ്ങനെ പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. നല്ലൊരു ആകാശവും അതും തമ്മിൽ വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണിത്. എന്തുമാത്രം മനോഹരമാണെന്ന് നോക്കിക്കേ. ഇതെനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പഞ്ചായത്താണെന്ന് തോന്നുന്നു ഇതിൻ്റെ കൺട്രോളിങ് മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നുള്ള ഒരു നിയന്ത്രണമാണ് ഇതിൻ്റെ മേലുള്ളത്. ഇവിടെ പിന്നെ ഈവനിങ് ടൈം ആകുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ ചിറയിലെ വെള്ളം ഇങ്ങോട്ട് ഇതൊരു പമ്പ് ഹൗസാണ്. പമ്പ് ഹൗസ് വഴി ഇത് പുറത്തേക്ക് മാറ്റിയാണ് ഇവിടെ. ആ കാണുന്നതാണ് പമ്പ് ഹൗസ്. അവിടെ നിന്ന് ആ വെള്ളം അവർ പഞ്ചായത്തുകാരത് പുറത്തോട്ട് മാറ്റുവാണെന്ന് തോന്നുന്നു. ഇവിടെ ഏകദേശം നടുഭാഗത്തൊക്കെ കരയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് പരവൂരോട്ട് പോകുമ്പോൾ മീനാടെന്ന് പറയുന്ന പ്രദേശത്താണ് നമുക്ക് ഈ ചിറ ഇവിടെ കാണാൻ കഴിയുന്നത്. ഭയങ്കര വിശാലമായിട്ടാണ് ഇത് പരന്ന് കിടക്കുന്നത്. ഇതിൻ്റെ വിസ്തൃതി വളരെ വലുത് തന്നെയാണെന്ന് പറയാൻ കഴിയും. അതിൻ്റെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തെങ്ങിൻ തോപ്പായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. മത്സ്യസമ്പത്ത് ഒട്ടനവധി ഇവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയും. കരിമീനും മറ്റ് വളർത്തു മീനുകളൊക്കെ ഒരുപാടുള്ളതാണിത്. എന്നാൽ ഇപ്പോൾ ഇവിടുന്ന് മീൻ പിടിക്കുന്നതൊന്നും കാണാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പം ഇത് നിറയുമ്പോഴായിരിക്കും ആൾക്കാരൊക്കെ ഇവിടെ മീൻ പിടിക്കാനൊക്കെ കടന്നു വരുന്നതെന്ന് തോന്നുന്നത്. എന്നാലും ഒരു മനോഹരമായിട്ടുള്ള ഒരു ദേശം തന്നെയാണ്. ഇവിടെ നോക്കി, ഇവിടെ ഒരു പാത ടാറിങ് അല്ല, കോൺക്രീറ്റ് പാതയാണ്.
ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഈ പാത അവിടെ എത്തിച്ചേരുന്നതാണ്. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലാകാശവും ചിറയും നടുക്ക് പച്ച പരവതാനി പോലെയുള്ളതും ചേർന്ന് നിൽക്കുന്ന ദൃശ്യസുന്ദരമായ കാഴ്ചകൾ. ആഹാ, എന്തു മനോഹരം! റിയൽ കേരള ഇസ് എ ഗോഡ്സ് ഓൺ കൺട്രി. യെസ്. ഇതും ആ ചിറയുടെ ഇപ്പുറത്തുള്ള, അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഒരു മനോഹരമായിട്ട് ഇത് തന്നെയാണ്. ഇവിടെ ഒരു കുറച്ച് പ്രദേശം പച്ചപ്പുല്ലുകളാൽ നിറഞ്ഞു നിൽക്കുന്നതും അവിടെ നടുക്ക് ഒരു ചെറിയൊരു തെങ്ങ് അവിടെ നിൽപ്പുണ്ട്. അതിനോട് ചേർന്ന് ആ ചിറയുടെ ബാലൻസ് ഭാഗങ്ങളും, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വലതുവശത്തായിട്ട് തെങ്ങും തോപ്പൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് ഈ മീനാട് ദേശത്ത് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ സിറ്റി പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ദേശത്തും നമ്മുടെ പ്രദേശത്തുമൊക്കെ എത്രയോ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ തെങ്ങിൻ തോപ്പിനപ്പുറത്ത് അതൊരു പരവൂർ ദേശത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അവിടെ ആൾക്കാരൊക്കെ അവിടെ പാർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴക്കാലമാകുമ്പോൾ ഇവിടെ വെള്ളം നല്ലതുപോലെ കയറി ഇതൊക്കെ നിറഞ്ഞ് നല്ല രീതിയിലുള്ളൊരു വ്യൂ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും.